من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമായി എല്ലാവരോടും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്, അതോ വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് പ്രവാചകന്മാരെ കുറിച്ച് പരാമർശിക്കുന്നു. അതിൽ ചില പ്രവാചകന്മാരുടെ 25ഓളം പ്രവാചകന്മാരുടെ പേരുകൾ വിശുദ്ധ ഖുർആൻ എടുത്ത് പ്രത്യേകമായി കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഖുർആനിൽ പേര് പരാമർശിച്ച പ്രവാചകൻ ആരെന്ന് ചോദിച്ചു നമുക്കറിയാം. അത് വിശുദ്ധ ഖുർആൻ നൽകപ്പെട്ട നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ല, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഒന്നുമല്ല. ഒരുപാട് തവണയും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഏറ്റവും തവണ വിശുദ്ധ ഖുർആൻ പേര് പരാമർശിപ്പിച്ച പ്രവാചകൻ അത് മൂസാ നബി അലൈഹി സ്വലാമാണ്. കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാമാണ് എന്നുള്ളതാണ്. ഏകദേശം 136 സ്ഥലങ്ങളിലാണ് ഖുർആൻ മൂസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറയുന്നത്. മൂസാ നബിയുടെ കഥ വായിക്കുവാൻ, ചരിത്രം വായിക്കുവാൻ വളരെ നല്ല രസമാണ്. ഒരുപാട് പാഠങ്ങളാണ് മൂസാ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രത്തിലൂടെ നമുക്ക് കിട്ടുന്നത്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാം അല്ലാഹു ഒരുപാട് തവണ, ഇത്രയധികം തവണ എടുത്തു പറയാൻ ഒരു പ്രത്യേകമായ കാരണമുണ്ടായിരിക്കും. എന്തായിരുന്നാലും നമുക്കറിയാം, ലോകം കണ്ട ഏറ്റവും വലിയ അഹങ്കാരിയായ റാംസിസ് രണ്ടാമൻ അഥവാ ഫിർഔൻ എന്നറിയപ്പെടുന്ന ഫറോവ ചക്രവർത്തിയുടെ എല്ലാവിധ അക്രമങ്ങളും ക്രൂരതകളെയും കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ മുന്നിൽ നിന്ന് നയിച്ച മഹാനായ പ്രവാചകനാണ് മൂസാ നബി അലൈഹി സ്വലാം. ആ ഒരു സ്വച്ഛാധിപതിയായ ഫിർഔനിന്റെ ആക്രമണങ്ങളിൽ നിന്ന്, അവന്റെ അനീതിയിൽ നിന്ന് വിജയിച്ച മഹാനായ പ്രവാചകനാണ് മൂസാ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖസസിലൂടെയും സൂറത്തുൽ ത്വാഹയിലൂടെയും വളരെ മനോഹരമായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ ആ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം ഒന്നുപോലും വിട്ടുപോകാതെ നമുക്കത് വിവരിച്ചു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്ന ഫിർഔന അലാ ഫിൽ അർളി വജഅല അഹ്ലഹാ ശിഅൻ യസ്തദ്ഇഫു ത്വാഇഫതൻ മിൻഹും
യുസബ്ബിഹു അബ്നാഅഹും വയസ്തഹീ നിസാഅഹും ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ ഇന്ന ഫിർഔന അലാ ഫിൽ അർളി ഭൂമിയിൽ ഫിർഔൻ പൊങ്ങച്ചം കാണിച്ചു, അഹങ്കാരം കാണിച്ചു ജീവിച്ചവനാണ്. ഞാനാണ് പടച്ചവനെന്ന് പോലും പറഞ്ഞ ഏറ്റവും വലിയ റബ്ബ് എന്നത് ഞാൻ തന്നെയാണ്, എനിക്ക് മേലെ ഒരു പടച്ചവനുണ്ടോ എന്നതായിരുന്നു അത്ര ഫിർഔനിന്റെ ചോദ്യം. എന്നിട്ട് അതിലെ ആളുകളെ അവൻ പല കക്ഷികളാക്കുകയും ചെയ്തു. അവരിലെ ഒരു വിഭാഗത്തെ അവരുടെ ആൺകുട്ടികളെ അറുകൊല നടത്തുകയും അവൻ ചെയ്തു. നമുക്കറിയാം ഏതാണ് വിഭാഗം? ഇസ്രായേൽ എന്ന ഈജിപ്തിൽ ജീവിച്ചിരുന്ന ഇസ്രായേൽ വംശത്തിൽപ്പെട്ട യൂസഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിന് ശേഷം അവിടെ താമസിച്ചു വരുന്ന ബനൂ ഇസ്രായേൽ യാക്കൂബ് നബിയുടെ സന്തതികളായ ആ ആളുകൾ ഇസ്രായേൽ വിഭാഗവും അതേപോലെ അവിടുത്തെ ഭരണപക്ഷമായ കിബിത്തി വംശവുമായിരുന്നു ഈജിപ്തിലുണ്ടായിരുന്നത്. എന്നാൽ ഇസ്രായേലികളെ എക്കാലത്തും അടിമകളാക്കിക്കൊണ്ട് മർദ്ദിക്കുമായിരുന്നു ഈ കിബിത്തി വംശം. അവരെ അടിച്ചമർത്തലായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട പണി. ഇവരുടെ ജനസംഖ്യ വർദ്ധിച്ചപ്പോൾ ഈ കിബിത്തി വംശത്തിന് ഫിറഔനിന്റെ ആളുകൾക്ക് ഭയമായിരുന്നു. കാരണം ഇവരെങ്ങാനും വർദ്ധിച്ചിട്ട് ഈ ഭരണം പിടിച്ചെടുക്കുമോ എന്ന് പോലും അവർ ഭയപ്പെട്ടു. അതുകൊണ്ട് തന്നെ ആ ഫറോവ ചക്രവർത്തി എടുത്ത തീരുമാനം ഇസ്രായേലിൽ ജനിക്കുന്നത് ആൺകുട്ടിയാണെങ്കിൽ അതിനെ കൊന്നുകളയാനാണ്. കുഞ്ഞ് ജനിച്ചാൽ അതിനെ അറുകൊല നടത്തുവാൻ വേണ്ടിയിട്ടാണ് മാതാവിന്റെ മുമ്പിൽ വെച്ച് ഫിറഔൻ ഒരു അതിക്രൂരത അവൻ കാണിച്ചു എന്നുള്ളതാണ്. എന്നാൽ അവരുടെ പെണ്ണുങ്ങളെ, അവരുടെ സ്ത്രീകൾ പെൺകുഞ്ഞാണെങ്കിൽ അതിനെ വിട്ടേച്ചു, അതിനെ ജീവിക്കുവാൻ അനുവദിച്ചു. ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ, അവൻ വളരെ നിശ്ചയമായ കുഴപ്പമുണ്ടാക്കുന്നവരിൽ, ഏറ്റവും വലിയ ഫസാദ് ഉണ്ടാക്കുന്നവരിൽ പെട്ടവനായിരുന്നു ആ ഫിർഔൻ. അതായിരുന്നു അവന്റെ അതിക്രൂരമായ, ജനിച്ചത് ആൺകുട്ടിയാണെങ്കിൽ ആ സ്വന്തം മാതാവിന്റെ മുമ്പിൽ വെച്ച് കൊന്നുകളയുക എന്ന അതിക്രൂരത നടത്തി. അങ്ങനെ ഇസ്രായേൽ ജനിക്കുന്ന ആൺകുട്ടികളെ കൊല്ലലായിരുന്നു ഫിർഔനിന്റെ തീരുമാനം. എന്നാൽ ഒന്നപ്പോൾ ധാരാളമായി കൊണ്ട് പിന്നെ ആളുകൾ കുറയാൻ തുടങ്ങി. അവർക്ക് അടിമവേല ചെയ്യിപ്പിക്കാനും ജോലി ചെയ്യിപ്പിക്കാനും ഒക്കെ കിബിത്തി വംശക്കാർക്ക് ആളില്ലാതെ എന്ന് വന്നപ്പോൾ, പരാതി വന്നപ്പോൾ, എന്നാൽ ഒരു കൊല്ലം ആൺകുട്ടികളെല്ലാം കൊല്ലുകയും പിറ്റേത്തെ കൊല്ലം വിട്ടുകളയുകയും ചെയ്യുക എന്നൊരു ഉത്തരവ് ഫിറഔൻ ഇറക്കി. ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ രക്ഷപ്പെട്ട ആളാണ് ഹാറൂൻ നബി എന്നത്. അങ്ങനെ എന്നാൽ ഈ അള്ളാഹുവിന്റെ തീരുമാനം മറ്റൊന്നായിരുന്നു. പടച്ചവൻ തീരുമാനിച്ചത് വേറൊന്നായിരുന്നു. ഫിർഔനിന്റെ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറത്തുമായിരുന്നു അള്ളാഹുവിന്റെ തീരുമാനം. എന്തായിരുന്നു അത്? വനുമക്കിന ലഹും ഫിൽ അർളി വനുരിയ ഫിർഔന വഹാമാന വജുനൂദഹുമാ മിൻഹും മാ കാനൂ യഹ്സറൂൻ. നാട്ടിൽ അവർക്ക് ആ അടിച്ചമർത്തപ്പെട്ട ഇസ്രായേലികൾക്ക് പിൽക്കാലത്ത് സ്വാധീനം നൽകുകയും ഫിർഔനും ഹാമാനും അവരുടെ സൈന്യങ്ങൾക്കും തങ്ങൾ അവരിൽ നിന്ന് എന്തൊന്നിനെ കുറിച്ച് ജാഗരൂകരായിരുന്നുവോ ആ കാര്യം അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു അള്ളാഹു. അങ്ങനെ അള്ളാഹു ഉദ്ദേശിക്കുന്നു എന്നതാണ്. അള്ളാഹ് എടുത്ത തീരുമാനം നമ്മൾ നോക്കൂ. ഫിർഔനിന്റെ ആ ഒരു സജ്ജാധിപതിയായ ആ തീരുമാനം, അവന്റെ ക്രൂരതകൾക്ക് അള്ളാഹുവിന്റെ തീരുമാനം ഉണ്ടായിരുന്നു. അതായിരുന്നു മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജനനത്തിലൂടെ അള്ളാഹു എടുത്ത തീരുമാനം. ആ മൂസാ നബി ജനിക്കുമ്പോൾ അള്ളാഹു പറയുകയാണ്, വഔഹൈനാ ഇലാ ഉമ്മി മൂസാ അൻ അർദിഇഹി ഫഇദാ ഖിഫ്തി അലൈഹി ഫഅൽഖീഹി ഫിൽ യമ്മി ഫലാ തഖാഫി വലാ തഹ്സനി ഇന്നാ റാദൂഹു ഇലൈകി വജാഇലൂഹു മിനൽ മുർസലീൻ. അള്ളാഹു പറയുകയാണ്, മൂസയുടെ മാതാവിനെ, മൂസാ നബിയുടെ ഉമ്മക്ക് നാം ബോധനം നൽകി. മൂസാ നബിയുടെ ഉമ്മ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ അവർക്ക് ഭയമായി. കാരണം ഇത് ഫിറഔനിന്റെ ആളുകൾ കൊന്നുകളയുമല്ലോ. അപ്പോൾ അള്ളാഹു അവരോട് പറഞ്ഞു, അവന് മുല കൊടുത്തുകൊള്ളുക, പാല് കൊടുത്തുകൊള്ളുക കുഞ്ഞിന്, എന്നിട്ട് അവനെ കുറിച്ച് നീ പേടിക്കണ്ട.
അള്ളാഹു പറയുകയാണ്, നീ പേടിക്കണ്ട, നീ അവനെ കുറിച്ച് ദുഃഖിക്കണ്ട നിനക്ക്. എന്നിട്ട് അള്ളാഹു ആ ഒരു സ്ത്രീക്ക് വഹി കൊടുക്കുകയാണ്, അവനെ ഒരു നദിയിൽ ഇട്ട് ഒരു പെട്ടിയിലാക്കിക്കൊണ്ട് നദിയിലിട്ട് ആ കുഞ്ഞിനെ നദിയിലിട്ട് വെക്കുക. ഫിർഔനിന്റെ ആളുകൾ അറിയുന്നതിന് മുമ്പായിക്കൊണ്ട് ആ കുഞ്ഞിനെ പെട്ടിയിലാക്കിക്കൊണ്ട് നദിയിലിടുവാൻ വേണ്ടിയിട്ട് കൽപ്പന കൊടുത്തു. നിശ്ചയമായും അവനെ നിന്റെ അടുക്കിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതാണ്, നിനക്ക് തന്നെ അവനെ കിട്ടുകയും ചെയ്യും, അവനെ പ്രവാചകന്മാരിൽ മുർസലുകളിൽ പെട്ടവനാക്കുകയും ചെയ്യുവാനാണ് അള്ളാഹുവിന്റെ തീരുമാനം. അങ്ങനെ ആ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആ ഉമ്മ ആ കുഞ്ഞിനെ പെട്ടിയിലാക്കിക്കൊണ്ട് നദിയിലേക്ക് ഇടുകയാണ്. എത്ര ആശങ്കകൾ ഉണ്ടായിരിക്കും ആ ഒരു സ്ത്രീക്ക്, നമ്മൾ ആലോചിച്ച് നോക്കൂ. പക്ഷേ എൻ്റെ മോൻ കൊല്ലപ്പെടരുത് എന്നുള്ള അതിയായ ആ ആഗ്രഹം ആ ഉമ്മ അതുപോലെ ചെയ്യുകയാണ്. അങ്ങനെ നദിയിൽ നിന്ന് ഒഴുകിയ ആ പെട്ടിയിൽ നിന്ന് ആ പെട്ടി കിട്ടിയത് ഫിറഔനിന്റെ ആളുകൾക്ക് കൊട്ടാരത്തിൽ കിട്ടുകയാണ്. ആ പെട്ടി തുറന്നപ്പോൾ ഒരു മനോഹരമായ കുട്ടിയെ അവർ കാണുകയാണ്. അപ്പോൾ ആ ഫിറഔനിന്റെ ഭാര്യയ്ക്ക് ആ ഒരു അലിവും വലിയൊരു ആവേശവും ആ കുട്ടിയുടെ മേലിൽ തോന്നുകയാണ്. എന്നിട്ട് ഫിറഔനിനോട് പറയുകയാണ്, നമുക്ക് ഈ കുട്ടിയെ നമ്മുടെ കൊട്ടാരത്തിൽ വളർത്താം, നമുക്ക് ഇവനെ പോറ്റാം, നമുക്ക് ഇവനെ പോറ്റി വളർത്താം എന്ന ഒരു അഭിപ്രായം ആ സ്ത്രീ, മഹതിയായ ആ സ്ത്രീ വെക്കുകയാണ്. അങ്ങനെ ആ ഭാര്യയുടെ അഭിപ്രായത്തിന്, ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് ഫിർഔൻ അത് സമ്മതിക്കുകയാണ്. പക്ഷേ ഫിർഔനിന്റെ അധപ്പതനത്തിനുള്ള കാരണമാണ് ഈ കുട്ടിയെന്ന് ഫിർഔൻ അറിയാതെ പോകുന്നു. അങ്ങനെ എന്നാൽ ആ ഒരു മാതാവിന്റെ ഒരു ഈമാൻ, അവരുടെ തവക്കുൽ, ആ ഒരു പരീക്ഷണത്തിൽ അവർ വിജയിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, മൂസയുടെ മാതാവിന്റെ ഹൃദയത്തെ ശൂന്യമായി തീർന്നു. അവർക്ക് നാം ദാഢ്യം നൽകിയിട്ടില്ലായിരുന്നെങ്കിൽ നിശ്ചയമായും അവർ അത് വെളിപ്പെടുത്തുമായിരുന്നു. ആ കുഞ്ഞുണ്ടായ വിവരം ആളുകൾ അറിയിക്കുമായിരുന്നു, അല്ലെങ്കിൽ ആളുകൾ അറിയുമായിരുന്നു. പക്ഷേ അവരത് രഹസ്യമായിക്കൊണ്ട് അവർ നിശ്ചയദാർഢ്യത്തോടുകൂടി അവർ തളരാതെ ആ ഒരു പ്രതിസന്ധിയെ അതിജീവിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അവർ വിശ്വാസികളിൽ പെടുവാൻ വേണ്ടിയാണ് അത്ര അല്ലാഹു ചിലപ്പോൾ നമുക്ക് തരുന്ന പരീക്ഷണം. പല നിലക്കും പരീക്ഷണങ്ങൾ തരും നമ്മുടെ ഈമാൻ പരീക്ഷിക്കുവാൻ വേണ്ടി. ഓരോ പരീക്ഷണങ്ങളും അനുഭവങ്ങൾ, ആ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കുന്നു, നമ്മുടെ ഈമാൻ വർദ്ധിക്കണം. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മുടെ ഈമാൻ കുറഞ്ഞു പോകുന്നു, നമ്മൾ പ്രതിസന്ധിയിൽ അകപ്പെടുന്നു, ഭയവും ദുഃഖവും നമ്മളെ പിടികൂടുന്നു. അങ്ങനെ ആ മാതാവ് കുട്ടിയെ അന്വേഷിക്കുവാൻ വേണ്ടി ആ മൂസയുടെ സഹോദരിയെ പറഞ്ഞയക്കുകയാണ്. എന്താണ് ആ കുട്ടിയുടെ സ്ഥിതി എന്ന് ആ പിന്നാലെ തുടരാൻ വേണ്ടി. അങ്ങനെ ആ കുട്ടിയെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. കുട്ടിക്ക് പാല് കൊടുക്കണമല്ലോ, പാല് കൊടുക്കാൻ വേണ്ടി പല സ്ത്രീകളെയും ഏൽപ്പിച്ചു. എന്നാൽ ഈ കുട്ടി ഒരു സ്ത്രീയുടെയും പാല് കുടിക്കുന്നില്ല. അങ്ങനെ ആ ഒരു പെണ്ണ് പറയുകയാണ്, ആ മൂസയുടെ സഹോദരി പറയുകയാണ്, എനിക്കറിയാം ഈ കുട്ടി ആരുടെ പാലാണ് കുടിക്കുക. ഒരു നാട്ടിൽ ഒരു സ്ത്രീയുണ്ട്, ആ സ്ത്രീയെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവരെ വിളിച്ചു. കണ്ടോ എന്തൊരു അത്ഭുതം, അല്ലാഹുവിന്റെ തീരുമാനം. ആ ഒരു സ്വന്തം മാതാവിന് തന്റെ കുട്ടിക്ക് പാല് കൊടുക്കാനും അവരെ കാര്യങ്ങൾ നോക്കുവാനും വേണ്ടിയിട്ടുള്ള ചുമതല ലഭിക്കുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ തീരുമാനിക്കുന്നതിനപ്പുറം നമ്മൾ അറിയാത്ത മാർഗത്തിലൂടെ പടച്ച തമ്പുരാന്റെ സഹായം ഉണ്ടാകുമെന്നുള്ളതാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഈ ചരിത്ര പാഠത്തിലൂടെ നമുക്ക് കിട്ടുന്ന പാഠം. അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാം കൊട്ടാരത്തിൽ വളരുകയാണ്. സുമുഖനായി ഒരു നല്ലൊരു യുവാവായിക്കൊണ്ട് ഫിർഔനിന്റെ കൊട്ടാരത്തിൽ വളരുകയാണ്. പക്ഷേ അവസാനം വലുതായി മൂസാ നബി അലൈഹി ഇസ്ലാം നല്ല യുവാവായ സമയത്താണ് ഒരു സംഭവം മൂസാ നബിയുടെ ജീവിതത്തെ സ്വാധീനിച്ച വേറൊരു വഴിയിലേക്ക് നീങ്ങേണ്ടി വന്ന ഒരു സംഭവം സംഭവിക്കുന്നത്. എന്താണത്? മൂസാ നബി അലൈഹി ഇസ്ലാം ഒരിക്കൽ അങ്ങാടിയിലൂടെ പോവുകയാണ്. അപ്പോഴാണ് ആ ഒരു സമയത്തെല്ലാം നമ്മൾ മനസ്സിലാക്കണം, ഇസ്രായേലുള്ള ആളുകളെ അവർ അക്രമം
കിബിത്തികൾ അക്രമം തുറന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവിധ അടിമവേലകളും അടിമകളാക്കിക്കൊണ്ട് അവരെങ്ങനെ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം കാണുന്ന ഒരു കാഴ്ച, തൻ്റെ വംശത്തിൽപ്പെട്ട ഒരു കിബിത്തി, ഒരു യുവാവിനെ അവർ ഇസ്രായേൽ യുവാവ് ആ ഒരു കിബിത്തി വംശവുമായിട്ട് ശണ്ട കൂടുകയാണ്. വളരെ തർക്കം, അവരുടെ അടിപിടി കൂടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അടിമവേലയുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു സംഗതിയാണ് അത് അടിയിൽ നിൽക്കുന്നപ്പോൾ ആ ഒരു ആള് കിബിത്തി വംശക്കാരനായ ആ ആളിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി ഇസ്രായേൽ യുവാവ് മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് സഹായം ചോദിച്ചു. മൂസാ നബിയോട് ചോദിക്കുകയാണ്, സഹായം ചോദിക്കുകയാണ്. അങ്ങനെ തൻ്റെ വംശമല്ലേ, അദ്ദേഹം ആ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടു. അങ്ങനെ ഇടപെട്ടു അദ്ദേഹം പ്രശ്നം പരിഹരിക്കുവാൻ ശ്രമിക്കുന്നതിനിടയിൽ ആ ഒരു കിബിത്തി വംശക്കാരനെ അദ്ദേഹം ഒന്ന് അടിച്ചു. ശക്തമായ അടിയിൽ അദ്ദേഹം മരണപ്പെടുന്നു, അദ്ദേഹം കൊല്ലപ്പെട്ടു. അയാൾ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. മൂസാ നബി അലൈഹി സ്വലാം ഒരു പ്രശ്നം പരിഹരിക്കുവാൻ അദ്ദേഹത്തെ സഹായിക്കാൻ പോയതാണ്. എന്നാൽ ഒരു കയ്യബദ്ധമാണ് മൂസാ നബി അലൈഹി സ്വലാമിന് വന്നത്. അപ്പോൾ തന്നെ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞൊരു വാക്കുണ്ട്, പഠിച്ചവനെ, ഞാൻ എന്നോട് തന്നെ അക്രമം ചെയ്തു പോയിരിക്കുന്നു. മൂസാ നബി അലൈഹി സ്വലാം തൻ്റെ വംശത്തിൽപ്പെട്ട ആളെ സഹായിക്കുവാനാണ് ഇറങ്ങിയത്. പക്ഷേ അബദ്ധത്തിൽ മൂസാ നബി അലൈഹി സ്വലാം പോലും വിചാരിക്കാത്ത രൂപത്തിൽ ആൾ മരിക്കുകയാണ്, കൊല്ലപ്പെടുകയാണ്. അള്ളാഹുവിനോട് പാപമോചനം തേടുകയാണ്, ഖേദിക്കുകയാണ്. മൂസാ നബി അലൈഹി സ്വലാം തന്റെ തെറ്റ് മനസ്സിലാക്കി അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുന്നു. അള്ളാഹു വളരെയധികം അഫൂറാണല്ലോ, പുറത്തു കൊടുക്കുന്നവനാണല്ലോ. അങ്ങനെ വളരെയധികം ഭയം വർദ്ധിക്കുകയാണ് മൂസാ നബി അലൈഹി സ്വലാം. കാരണം ഇത് ഫിർഔൻ അറിഞ്ഞാൽ അവിടെ തീരും മൂസാ നബിയുടെ കഥ. അതുകൊണ്ട് തന്നെ വളരെയധികം ബേജാറോടുകൂടി മൂസാ നബി അലൈഹി സ്വലാം നടക്കുമ്പോൾ ആ ഒരു പിറ്റേ ദിവസം വീണ്ടും അതേ ഒരു സംഭവം, താൻ ഇന്നലെ രക്ഷിക്കാൻ ശ്രമിച്ച ആ ഒരു വ്യക്തി ഇന്ന് വേറൊരു വ്യക്തിയുമായിട്ട് തല്ലുകൂടുകയാണ്. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം അദ്ദേഹം വീണ്ടും സഹായം ചോദിച്ചു. എനിക്കറിയാം, മൂസാ നബിക്കറിയാം ഒരു അബദ്ധം, ഒരു പ്രാവശ്യം ഒരു അബദ്ധം പറ്റി, ഇനി പറ്റരുതല്ലോ. അങ്ങനെ മൂസാ നബി പറഞ്ഞു, നീ ഒരു ദുർമാർഗിയാണ്, ഈ ഒരു പൈശാചിക മാർഗത്തിലേക്കാണ് എന്നെ ക്ഷണിക്കുന്നത് എന്ന് മൂസാ നബി പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വീണ്ടും ചോദിച്ചപ്പോൾ തൻ്റെ വംശക്കാരനാണല്ലോ എന്നുള്ള ഇതിൽ അദ്ദേഹം വീണ്ടും അതിലേക്ക് ഒന്ന് ഇടപെടാൻ ശ്രമിച്ചു. പക്ഷേ അപ്പോൾ ആ ഒരു കിബിത്തി വംശക്കാരൻ പറഞ്ഞു, നീ ഇന്നലെ ഒരുത്തനെ കൊന്നിട്ടുണ്ട്, ഇന്ന് എന്നെയും കൊല്ലുവാനാണോ? നീ ഒരു സ്വേച്ഛാധിപതിയാണല്ലോ എന്ന് അദ്ദേഹം മൂസാ നബി അലൈഹി സ്വലാമിനെ ചീത്ത പറഞ്ഞു. അപ്പോൾ വേറൊരാൾ വന്നുകൊണ്ട് പറഞ്ഞു, മദീനയ്ക്ക് ഒരു അങ്ങേയറ്റത്തിൽ നിന്ന്, പട്ടണത്തിന്റെ അങ്ങേയറ്റത്തിൽ നിന്നാണ് ഖുർആൻ പ്രയോഗിച്ചത്. അദ്ദേഹം വന്ന് പറഞ്ഞു, നീ മൂസാ, നീ വേഗം വിട്ട് ഇവിടെ നിന്ന് പോയിക്കോ, നിന്നെ കൊല്ലുവാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം വന്നിട്ടുണ്ട്, അതുകൊണ്ട് നീ ഇവിടെ നിന്ന് പോയിക്കോ എന്ന് പറയുകയാണ്. അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാമിന് മദിയൻ എന്ന ദേശത്തേക്കാണ്, അങ്ങനെയാണ് ഹിജ്റ പോകേണ്ടി വന്നത്. മദിയൻ എന്ന പ്രദേശത്ത് സ്വന്തം നാട് വിട്ടുകൊണ്ട് എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ പോകേണ്ടി വരികയാണ്. അപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അദ്ദേഹം തകർന്നുകൊണ്ട് അദ്ദേഹം അല്ലാഹുവിൽ തവക്കൽ ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. അല്ലാഹുവേ, എൻ്റെ റബ്ബേ, നിന്നിൽ നിന്നുള്ള ഒരു നന്മ എനിക്ക് നീ ഇറക്കി തരണേ. പഠിച്ചോൻ എനിക്ക് വളരെ വ്യക്തമായ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തെ വൈത്തിരിവായ പ്രാർത്ഥനയാണ് സഹോദരങ്ങളെ. അങ്ങനെ അല്ലാഹുവായിട്ട് ആത്മാർത്ഥമായ ഹൃദയത്തിനുള്ള ആ പ്രാർത്ഥന അവിടെ നടത്തിക്കൊണ്ട് മൂസാ നബി അലൈഹി ഇസ്ലാം മദീനയിലേക്കുള്ള യാത്ര വഴി മൂസാ നബിയുടെ ജീവിതത്തെ വൈത്തിരിവായ ഒരു കാഴ്ച കാണുകയാണ്. രണ്ട് പെൺകുട്ടികൾ അവരിങ്ങനെ അവരുടെ കാലുകളെ വെള്ളം കുടിപ്പിക്കുവാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവരിങ്ങനെ മാറി നിൽക്കുകയാണ്. കുറെ ആളുകൾ ഇങ്ങനെ വെള്ളം കുടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇങ്ങനെ മാറി നിൽക്കുന്നത്? അവർ പറഞ്ഞു, ഇവരെല്ലാം ഈ പുരുഷന്മാരെല്ലാം വെള്ളം കുടിപ്പിച്ചിട്ടാണ് ഞങ്ങളുടെ കാലികൾക്ക് കൊടുക്കാറുള്ളത്. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം അവർക്ക് അവരുടെ കാലികൾക്ക് വെള്ളം കൊടുത്തു അവരെ സഹായിക്കുകയാണ്. ആ ഒരു സംഭവം ആ ഒരു പെൺകുട്ടികൾ അവരുടെ പിതാവിനോട് പറയുകയാണ്. അങ്ങനെ ആ പിതാവ് മൂസാ നബി അലൈഹി സ്വലാമിനെ വിളിക്കുകയാണ്. ഏതാണ് ആ പിതാവ്? ശുഐബ് നബി അലൈഹി സ്വലാം എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്.
അദ്ദേഹം അങ്ങനെ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിനെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിനക്ക് എൻ്റെ മകളെ നിനക്ക് വിവാഹം ചെയ്തു തരാം. ഒരു മകളെ ഞാൻ നിനക്ക് വിവാഹം ചെയ്തു, പക്ഷേ നീ ഇവിടെ എൻ്റെ കൂടെ എൻ്റെ ജോലിയിൽ നീ സഹായിക്കണം. ഏകദേശം 8 വർഷത്തോളം അല്ലെങ്കിൽ 10 വർഷത്തോളം നീ എന്നെ സഹായിക്കണം. അങ്ങനെ ഒരു മഹൽ നിശ്ചയിച്ചുകൊണ്ട് ഒരു മൂസാ നബി അലൈഹി ഇസ്ലാമിന് തൻ്റെ മകളെ അദ്ദേഹം വിവാഹം ചെയ്തു കൊടുക്കുകയാണ്. ഇതാണ് ചരിത്രം. ആലോചിച്ച് നോക്കൂ, മൂസാ നബി അലൈഹി ഇസ്ലാമിന് ഒരു താങ്ങും തണലും ഒരു ജീവിതവും കിട്ടുകയാണ്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന, അദ്ദേഹത്തിന്റെ തവക്കുൽ കൊണ്ട് അദ്ദേഹത്തിന് ഒരു ജീവിതവും ആണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഇതാണ് സഹോദരങ്ങളെ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം. അദ്ദേഹത്തിന്റെ തവക്കുലും അദ്ദേഹത്തിന്റെ ഈമാനും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എല്ലാവരോടും അങ്ങനെ അദ്ദേഹം മൂസാ നബി അലൈഹി ഇസ്ലാം തൻ്റെ ദൗത്യം അവിടെ നിന്ന് ശുഐബ് നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞ കരാറ് പൂർത്തീകരിച്ചുകൊണ്ട് അദ്ദേഹം ഈജിപ്തിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയാണ്. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ടാകുന്നത്, നീ ഫിർഔനിൻ്റെ അടുത്ത്, അക്രമിയായ അന്തോന്നിയായ ഫിർഔനിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ട് നീ അള്ളാഹുവിലേക്ക് ക്ഷണിക്കണം, ഈ ഒരു ദൗത്യം ഏറ്റെടുക്കണമെന്ന തുരിസിന പർവ്വതത്തിൽ നിന്ന് മൂസാ നബി അലൈഹി ഇസ്ലാമിന് തൗറാത്ത് ലഭിക്കുകയും അവിടെ നിന്ന് അള്ളാഹുവായിട്ട് സംസാരിക്കുകയും ചെയ്ത സംഭവം നമുക്കറിയാം. അങ്ങനെ പക്ഷേ മൂസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടത്, അടച്ചവനെ ഞാൻ പോകാം, പക്ഷേ എനിക്ക് നീ ഒരു സഹായം നിശ്ചയിച്ചു തരണം. എന്നേക്കാൾ നല്ലോണം സംസാരിക്കാൻ കഴിവുള്ള ആളാണ് എൻ്റെ അനുജനായ ഹാറൂൻ. അദ്ദേഹത്തെ നീ നബിയായി നിശ്ചയിക്കണം, എനിക്കൊരു സഹായിയായിക്കൊണ്ട് നിശ്ചയിക്കണമെന്ന്. മൂസാ നബി അലൈഹി ഇസ്ലാമിന് നമുക്കറിയാം, സംസാരത്തിൽ അദ്ദേഹത്തിന് സംസാരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിനെ അദ്ദേഹത്തെ സഹായിയായിക്കൊണ്ട് നിശ്ചയിക്കുകയാണ്. അങ്ങനെ ഹാറൂനും മൂസയും കൂടി ഫിർഔനിന്റെ അടുത്തേക്ക് പോവുകയാണ്. ആരാണ്? തന്നെ കൊല്ലുവാൻ കാത്തിരിക്കുന്ന, തന്നോട് പകയുള്ള ആ ഒരു ഫിർഔനിന്റെ അടുത്തേക്ക് താനാണ് റബ്ബ് എന്ന് അഹങ്കരിച്ചിരുന്ന ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് പോയിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായ രീതിയിൽ, വളരെ നല്ല രീതിയിൽ, സൗമ്യമായ രീതിയിൽ മൂസാ നബി അലൈഹി സ്വലാം അല്ലാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. ആരാണ് മൂസ? നിന്റെ റബ്ബ്, ഞാനാണ് ഇവിടുത്തെ റബ്ബ്, ഞാനല്ലാതെ വേറൊരു റബ്ബ് ഉള്ളതായിട്ട് ഇവിടെ ആർക്കും അറിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിച്ച മൂസാ നബി അലൈഹി സ്വലാമിനോട് അപ്പോൾ ഫിർഔൻ പരിഹസിച്ചപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിന്റെ മറുപടി, എന്റെ റബ്ബ് റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു, എന്റെ റബ്ബ് എന്ന് പറയുന്നത് എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുകയും അതിന് വ്യക്തമായ മാർഗം കാണിച്ചു കൊടുക്കുകയും ചെയ്തവനാണ്. ആരാണ് ദൈവം, ആരാണ് ആരാധ്യൻ, ആരാണ് യഥാർത്ഥ സൃഷ്ടാവ് എന്നുള്ളതിന് വ്യക്തമായ ഉത്തരമാണ് മൂസാ നബി അലൈഹി സ്വലാം അദ്ദേഹത്തിന് ഫിർഔനിന് കൊടുക്കുന്നത്. അങ്ങനെ ഫിർഔനിന്റെ പീഡനങ്ങളും ക്രൂരതകളും നാൾക്കുനാൾ വർദ്ധിച്ചപ്പോൾ അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അനുമതി പ്രകാരം മൂസാ നബി അലൈഹി സ്വലാം അവിടെ നിന്ന് നാട് വിട്ടു പോവുകയാണ്. മൂസാ നബി അലൈഹി സ്വലാമും തന്റെ അനുയായികളും പോവുകയാണ്. ആ പോകുന്ന വഴിയിൽ ഫിർഔനും കൂട്ടാളികളും ആ മൂസാ നബിയെ പിന്തുടർന്നു. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിന്റെ കൂടെയുള്ള ആളുകൾ ഭയപ്പെട്ടു, നമ്മൾ എന്ത് ചെയ്യും? ചെങ്കടലിന്റെ മുമ്പിലെത്തിയപ്പോൾ അതാ ആർത്തിരമ്പുന്ന ചെങ്കടൽ, പിന്നിലാണെങ്കിൽ ഫിർഔനും കൂട്ടരും, എന്ത് ചെയ്യും? അവർ ഭയപ്പെട്ടപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞ വാക്കുണ്ട്, റബ്ബി മഈ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, പടച്ച തമ്പുരാനുണ്ട് എന്ന ആ ഒരു തവക്കുലിന്റെ വർത്തമാനമാണ് മൂസാ നബി അലൈഹി സ്വലാമിൽ നിന്ന് കേൾക്കുവാൻ സാധിച്ചത്. അങ്ങനെ അല്ലാഹു ആ മൂസാ നബി അലൈഹി സ്വലാമിനെ അവിടെ രക്ഷപ്പെടുത്തുകയാണ്. ഫിർഔൻ എന്ന അഹങ്കാരിയായ, എക്കാലഘട്ടത്തിലും ദുർമാർഗിയായ ആ ഒരു ഫിർഔനിനെയും കൂട്ടാളികളെയും ആ ഒരു കടലിൽ മുക്കി കൊല്ലുന്ന ആ ഒരു ഇഹലോകത്ത് അപമാനകരമായ ശിക്ഷ കൊടുത്ത
ചരിത്രം കേട്ടവരാണ് നമ്മൾ. ആ ഒരു സംഭവം നടന്നത് മുഹറം, ഈ പരിശുദ്ധമായ മാസത്തിലാണ്. മുഹറം 10-നാണ് ആ ഒരു സംഭവം. ആ ഒരു സംഭവത്തെ മൂസാ നബി അലൈഹി ഇസ്ലാമിനെയും ഇസ്രായേലിനെയും അള്ളാഹു ഫിറഔനിന്റെ ഉപദ്രവത്തിൽ നിന്ന്, അവന്റെ ശർറിൽ നിന്ന് വിജയിപ്പിച്ച ആ ഒരു ദിവസമായതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോയപ്പോൾ അവിടെയുള്ള ജൂതന്മാർ നോമ്പെടുക്കുന്നത് കാണുന്നു. പ്രവാചകൻ ചോദിച്ചു എന്താണ്? അപ്പോൾ അവർ പറഞ്ഞു, മൂസാ നബിയിൽ നിന്ന്, ഞങ്ങളുടെ മൂസാ നബിയിൽ നിന്ന് ഈ ഫിറഔനിൽ നിന്ന് അവർ രക്ഷപ്പെട്ട ഒരു ദിവസമാണ്, അതുകൊണ്ട് ഞങ്ങൾ നോമ്പ് നോക്കുന്നു. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു വർത്തമാനമുണ്ട്, നിങ്ങളെക്കാൾ എനിക്ക് ഏറ്റവും അടുത്തത് ഞാനാണ്, മൂസാ നബിയുമായിട്ട് അടുത്തത് ഞാനാണ്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോക്കുകയും തന്റെ ആളുകളോട്, അദ്ദേഹം അനുയായികളോട് അത് വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. നമുക്ക് വ്യക്തമായ ഹദീസിൽ കാണാം, റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പായിക്കൊണ്ട് മുഹറം നോമ്പിനെ പരിചയപ്പെടുത്തി. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത വർഷവും ഞാൻ ജീവിച്ചിട്ടുണ്ടായ അവസാന കാലഘട്ടത്തിൽ പറഞ്ഞു, മുഹറം 9-നും ഞാൻ നോമ്പ് നിൽക്കുമായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാം. എന്തായിരുന്നാലും സഹോദരങ്ങളെ, ഒരു മഹാ സംഭവം, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്ര സംഭവം നടന്ന ഒരു മാസം, പരിശുദ്ധമായ മാസമാണ് മുഹറം മാസം. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഒരുപാട് തവണ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട പ്രവാചകന്റെ പേരാണ് മൂസാ നബി അലൈഹി ഇസ്ലാം. ആ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചുള്ള ആ ഇത്രയും സംഭവങ്ങൾ വളരെ രസകരമാണ്, നമുക്ക് വളരെയധികം പാഠങ്ങളാണ്. സൂറത്തുൽ ഖസസും അതേപോലെ തന്നെ സൂറത്തുൽ ത്വാഹയും വളരെ വിശുദ്ധമായി കൊണ്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളത് വായിക്കണം, നമ്മളത് പഠിക്കണം. ആ ഒരു മഹാനായ പ്രവാചകന്റെ പാതയിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി ഒരുപാട് പ്രാർത്ഥനകൾ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ആ ഒരു പ്രവാചകന്റെ ആ ഒരു മാർഗത്തിൽ നമ്മൾ ആ ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മളിൽ നിന്ന് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അതാ അല്ലാഹു എല്ലാവരുടെ രോഗം ശിഫയാക്കില്ല. അതാ അല്ലാഹുവേ, എല്ലാവിധ അപകട മരണങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും അല്ലാഹുവേ, ഞങ്ങളെ കുടുംബത്തെയും ബന്ധുമിത്രാദികളെയും എല്ലാവരും കാത്തുരക്ഷിക്കണേ. അതാ അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ. അതാ അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് ഞങ്ങളുടെ നമസ്കാരവും നോമ്പും സക്കാത്തും സദഖയും എല്ലാം നീ സ്വീകരിക്കണേ. അതാ അല്ലാഹുവേ, മരണത്തിന്റെ സമയത്ത് ഈമാനോടുകൂടി ഞങ്ങളെല്ലാം സമർപ്പിക്കണേ. അതാ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.